ഹലോ എവരിബഡി, ഇന്നതേ നേരെ കണ്ണൂർക്കാണ് പോണേ. ഒരു 7.5 മണിക്കൂറോളം ഉള്ളൊരു യാത്രയുണ്ട് അങ്ങടേക്ക്. ഏകദേശം ഒരു 300 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിന് ഓടിക്കുകയാണെങ്കിൽ ആണ് 7.5 മണിക്കൂർ. ഇടയ്ക്കൊക്കെ റെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ കൂടുതൽ സമയം എടുക്കും. അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ കോഴിക്കോടാണ് എത്തിയേക്കണേ. തൃശ്ശൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ കോഴിക്കോട് എത്തിയപ്പോഴാണ് കുറച്ചെങ്കിലേക്കൊന്ന് ബ്ലോക്കില്ലാതെ ഈ റോഡിൽ ഓടിക്കാൻ പറ്റണേ. ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടിയൊക്കെ നിർത്തി റെസ്റ്റൊക്കെ എടുത്ത് ഇത്തിരി ചായയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കണ്ണൂർക്കുള്ള യാത്ര തുടരാണ്. അപ്പോൾ പെട്രോൾ ഓൾമോസ്റ്റ് തീരാറായി. പക്ഷേ മാക്സിമം റിസ്ക് എടുത്തിട്ട് മാഹിയിൽ തന്നെ പെട്രോൾ അടിക്കാമെന്ന് വെച്ച്. ഇപ്പോൾ പെട്രോളിന് ഏകദേശം 106-107 രൂപയാണ് ലിറ്ററിനുള്ളത്. മാഹിയിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ 93 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. അപ്പോൾ 13 രൂപ ലിറ്ററിന് ലാഭം. അപ്പം അങ്ങനെ ഫുൾ ടാങ്കും അടിച്ച് അങ്ങനെ മാഹിയിൽ നിന്ന് കണ്ണൂർക്കുള്ള യാത്ര തുടരാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാഹിയിൽ പെട്രോളിന് 86 രൂപയായിരുന്നു. ഒറ്റയടിക്ക് കുത്തനെ പെട്രോളിൻ്റെ വിലയ്ക്കും കയറി അവിടെ. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ വൈകുന്നേരമായി, ഏകദേശം പാതിരാത്രിയായി. അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ചെറുതായിട്ടൊന്ന് ഹോട്ടലിൽ നിർത്തി ലൈറ്റായിട്ട് പൊറോട്ടയും മുട്ടയ്ക്കും കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്ന്. പാതിരാത്രി 12 മണിയായപ്പോൾ അവന് ശല്യം ചെയ്യാനായിട്ട് ഞാൻ കയറി വന്ന് ഇന്ന് രാത്രി ഇനി അവിടെയാണ് കിടപ്പ്. ഇതാണ് നിൻ്റെ വീട്. അങ്ങനെ രാവിലെ എണീറ്റ് റെഡിയായി കണ്ണൂരിലെ കുറച്ച് നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ തേടി അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഇന്ന് ഞാനും ആൽബിനും പോകുന്ന വ്യൂ പോയിൻ്റാണ് കാലാങ്കി ഹിൽസ്. അപ്പോൾ അങ്ങടേക്കുള്ളൊരു പോക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോണേ. കാലാങ്കി എത്താറായപ്പോഴേക്കും അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള എല്ലാ മലകളും ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. കരിങ്കലിനൊക്കെ വേണ്ടിയായിട്ട് ഒരുവിധം ഈ മലനിരകളിലെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ പാറയ്ക്കും പൊട്ടിച്ച് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഏരിയ. ആകെ വളരെ കുറച്ച് വ്യൂ ഒക്കെ ആയിട്ടുള്ള സ്ഥലമുള്ളൂ. നമ്മുടെ ഈ പ്രകൃതിയെ നമുക്ക് തന്നെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകൾക്കൊന്നും ഇതുപോലത്തെ നല്ല മലനിരകളോ ഈ സൗന്ദര്യമോ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. ചെറിയൊരു ഓഫ് റോഡ് വന്നപ്പോഴേക്കും ഒരു ട്രെയിൽസ് ഫീൽ അങ്ങനെ വന്നു. കുറച്ച് ഓഫ് റോഡ് വഴികളൊക്കെ പോകുന്ന ഒരു അടിപൊളി ഫീല്. എവിടെയാ? ഇതാണോ? നല്ല എനിക്ക് റോഡ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് കണ്ണൂർ ബോർഡറാണ്. ഇനിയിപ്പോൾ ഉള്ള വ്യൂ എന്ന് പറയണത് ഇത്രയ്ക്കും മനോഹരമായ ഈ കാലാങ്കി ഹിൽസാണ്, ദ ക്വീൻ ഓഫ് ഹിൽസ്. കറക്റ്റ് സൺറൈസിന് എത്താൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ സെറ്റാണ്. സെറ്റ് വ്യൂ. എൻ്റെ പൊന്നോ, അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, നല്ല പീസായിട്ടിരിക്കുക.
ഞങ്ങളിപ്പോൾ ദേ നേരെ നോക്കുന്നത് തന്നെ കർണാടകയിലേക്കാണ്. ഇങ്ങനെ ദേ ഇവിടെ കാലാങ്കി വ്യൂ പോയിൻ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പിള്ളേരൊക്കെ വന്ന് ഇവിടുത്തെ ഇങ്ങനെ വൈബൊക്കെ ആസ്വദിക്കാനായിട്ട് അങ്ങനെ വന്നു. നല്ല വൈബ് പിള്ളേരാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ആ കാറ്റൊക്കെയും കൊണ്ടിരുന്ന് സെറ്റ് സ്പോട്ട്. പിന്നെ പതിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. കാരണം നല്ലൊരു ട്രെയിൽസ് ഇവിടെ കണ്ട് പോയാലോ എന്ന് അങ്ങനെ വിചാരിച്ച് കുറച്ച് ഓഫ് റോഡൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ദേ കാലാങ്കിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങാണ്. ഇനി കുറച്ച് ഓഫ് റോഡ് വഴികളിലേക്ക് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. കുഴിയാണെന്ന് തോന്നുന്നില്ല. അമ്പോ എൻ്റെ ടയറ് താങ്ങില്ല. എൻ്റെ അമ്മോ, എൻ്റെ ഓഫ് റോഡ് ടയർ അല്ലടാ ഇത്. ഇറങ്ങുന്നതിനല്ല സീൻ, തിരിച്ച് കേറലാണ്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ? എങ്ങനെയാണല്ലോ എന്തായാലും ഇറങ്ങി. കഴപ്പെങ്കിൽ കഴപ്പ് വാ. അവൻ പോട്ടെ, എന്നിട്ട് ഞാൻ പോണുള്ളൂ. ഇല്ലെങ്കിൽ പണി കിട്ടും. ഒറ്റ ഫ്ലോ ഇടിഞ്ഞു പൊളിക്കാനായി ലൈഫ് കിടക്കുന്നു. ഓ, ഇത് ഞാൻ എങ്ങനെ കേറുമടാ തിരിച്ച്? എടാ ഇറങ്ങല് സീനില്ല, ഇപ്പൊ പോയതല്ല സീൻ. തിരിച്ച് ഈ സാധനം കേറണം. നീ ആലോചിച്ച് നോക്ക്, നിന്റെ ഓഫ് റോഡ് ടയറാണ്. എന്റെ വീട്ടിലൂടെ ഓഫ് റോഡ് ടയർ മാറ്റി ഞാൻ സാധാ ടയറാക്കി. അയ്യോ, ഒന്ന് വിലക്കുറവിന് കിട്ടിയതായിരുന്നു, അതുകൊണ്ട് സാധാ ടയറാക്കി. ഓഫ് റോഡ് ടയറും അല്ല, ഇറങ്ങിയതിനേക്കാളും വലിയൊരു കയറ്റം കയറാനും കിടക്കുന്നുണ്ട്. ഇതിൽ കൂടെ നല്ല എക്സിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉറപ്പാണോ? ക്രഷറിന്റെ വണ്ടി എങ്ങനെയാണ് ഇതിൽ കൂടെ? എന്റെ അളിയാ, എന്നാ വാ, ഇതാണ് അഡ്വഞ്ചർ. വാ. തിരിച്ചു കയറ്റാം. തിരിച്ചു കയറ്റുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നല്ല ടാസ്ക്കാണ് മാത്രം. ഇവിടെ ഉരുളാൻ കല്ലുകള്. എന്റെ വണ്ടി കയറും. പിടിച്ചു കിടക്കാണല്ലേ. നീ കയറ്, നിന്റെ പിന്നാലെ വരാം. അല്ല, അത് കുഴപ്പമില്ല, കയറും.
നീ കേറ്, എന്നിട്ട് ഞാൻ കേറാം. ഒറ്റ സ്ട്രെച്ച് കയറിയ അടി. ഈ ഓഫ് റോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചേ, പക്ഷെ സ്മൂത്ത് ആയിട്ട് പോയി. വലിയ സ്മൂത്തിൽ കയറി. പക്ഷെ എൻ്റെ അടി തട്ടിട്ടോ, ഒരു സ്ഥലത്ത് മാത്രം അടി തട്ടി. എവിടെ വെച്ചാ തട്ടി? ഞാൻ തുടക്കത്തിൽ എവിടെയും വെച്ച് എൻ്റെ അടിയൊന്നും തട്ടി. അത് കുഴപ്പമൊന്നുമില്ല. ആ വാ, ഇത് കുഴപ്പമില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പറ്റില്ല തോന്നിയുള്ളൂ. സ്മൂത്തായിട്ട് പോയി. സെറ്റുമ്പോ മല അടിക്കാം. എടാ പിന്നെയും ട്രെയിൽസ്. എടാ കട്ട ട്രെയിൽസ്. മലപ്പുറം, കർണാടക, ഇവിടെ കേരളം. അങ്ങനെ ഇതാണ് കാലാങ്കി എന്നുള്ള കേരളത്തേക്കുള്ള വ്യൂ. കുറച്ച് ട്രെയിൽസൊക്കെയും പോയി, സെറ്റായിരുന്നു. താക്കോല് വണ്ടി വേണം. അതിനുള്ളതില്ല. ഇങ്ങനെ ഫോട്ടോക്കുള്ള സംഭവം കിടക്കുന്നില്ല ഇവിടെ. അപ്പാ അങ്ങനെ കാലാങ്കിയിലുള്ള കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയാണ്. ഒന്ന് തപ്പി ഇങ്ങനെ സെറ്റ് വ്യൂ ഒക്കെ ഇങ്ങനെ തേടി പോവാം. നല്ല സെറ്റ് ഡ്രൈവ്സ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണ വഴി? അങ്ങനെ ദേ കാലാങ്കി വ്യൂ പോയിൻറ്റും പിന്നെ കുറച്ച് ട്രെയിൽസൊക്കെ പോയതിൻ്റെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും കുറേ അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.